ഹായ് ഓൾ, ബിസിനസ് എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഈ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ രണ്ടും ഒന്നാണെന്ന് വിചാരിക്കും, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് നോക്കാം. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡിന് വേറൊരു പേരും കൂടെ പറയും, മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. ഓക്കെ, അതായത് ഇതിനെ നമ്മളൊരു ഡിമാൻഡ് കർവിൽ ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനെ പറയുന്നത് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്നാണ്. ഓക്കെ, വെൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് കീപ്പിംഗ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് കോൾഡ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. എന്താണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ചേഞ്ച് ചെയ്യുന്നു ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. പ്രൈസിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വ്യത്യാസം വരുന്നു. കീപ്പിംഗ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്, ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റെല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് അങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോയിൽ എന്തൊക്കെയാണ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ പ്രൈസ് മാത്രമല്ല, പ്രൈസ് കൂടാതെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൈസിൻ്റെ ചേഞ്ച് കൊണ്ട് മാത്രം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരുമ്പോൾ അതിനെയാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത്, കീപ്പിംഗ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്. ഇനി ഇത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്നാണ് പറയുക. അപ്പം ഡിമാൻഡ് കർവിൽ ഒരു മാറ്റം വരും. നമ്മൾ ഓൾറെഡി വരച്ചിരിക്കുന്ന ഡിമാൻഡ് കർവിൽ ചേഞ്ചസ് വരും. അത് ഒന്നെങ്കിൽ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, ഏത് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും ഡിമാൻഡ് കർവിൽ സംഭവിക്കുക. അപ്പം ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എപ്പോഴാണ് സംഭവിക്കുക? ഡൗൺവേർഡ് മൂവ്മെൻറ്റ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവ് ഈസ് ഹാപ്പൻ വെൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫാൾ ഇൻ പ്രൈസ്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അതാണല്ലോ ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ പ്രൈസ് കുറഞ്ഞതുകൊണ്ട് ഡിമാൻഡ് കൂടുന്ന ആ സിറ്റുവേഷൻ വരുമ്പോൾ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ആയിരിക്കും സംഭവിക്കുക. ഡിമാൻഡ് കർവിൽ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കും. സോ അങ്ങനെ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോൾ അതിനെ പറയുന്നതാണ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവിനെ പറയുന്നതാണ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. ഇത് സംഭവിക്കുക ഡിമാൻഡ് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്ന സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് കർവ് സംഭവിക്കുക. സോ അതിനെ പറയുന്ന പേരാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് ആണ് അപ്വേർഡ് മൂവ്മെൻറ്റ്. അപ്വേർഡ് മൂവ്മെൻറ്റ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പ്രൈസ്. പ്രൈസ് കൂടുന്നത് കൊണ്ട് ഡിമാൻഡ് കുറയുന്നു. ആ സിറ്റുവേഷനിൽ ഡിമാൻഡ് കർവ് അപ്വേർഡ് മൂവ്മെൻറ്റ് നടത്തും. സോ അങ്ങനെ അപ്വേർഡ് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അതിനെ പറയുന്നതാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് കുറയല്ലേ ചെയ്യുക. ഡിക്രീസ് ഇൻ ഡിമാൻഡാണ് നടക്കുന്നത് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പ്രൈസ്. സോ അതിനെ നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നും പറയും. ഇത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒരു ഫ്ലോ ചാർട്ട് പോലെ കാണിച്ചിരിക്കുകയാണ്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ കാണിച്ചിരിക്കുകയാണ്. സോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഹാപ്പൻസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഉണ്ടാകാനുള്ള കാരണം ചേഞ്ച് ഇൻ പ്രൈസിൻ്റെ ചേഞ്ചസ് കൊണ്ട് മാത്രം ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് വരുന്നത്. സോ വിച്ച് ഈസ് ലീഡ്സ് ടു മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്തിലേക്കാണ് എത്തിക്കുന്നത്? മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. ദെൻ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് രണ്ട് രീതിയിലുണ്ടാവാം. ഏതർ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓർ അപ്വേർഡ് മൂവ്മെൻറ്റ്. ഓക്കെ, ഏതർ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓർ അപ്വേർഡ് മൂവ്മെൻറ്റ്. ആൻഡ് ഈ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അതിനെ എക്സ്പാൻഷൻ ഓർ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്നും, അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നതെങ്കിൽ അതിനെ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നും പറയും. ഇനി ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എപ്പോഴാണ് നടക്കുക? പ്രൈസ് കുറയുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. ആ ഒരു സിറ്റുവേഷനിലാണ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് നടക്കുക. അതിനെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയും. ഇനി അപ്വേർഡ് മൂവ്മെൻറ്റ് എപ്പോഴാണ് നടക്കുക? പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് ചെയ്തത് കുറയും. സോ ആ സിറ്റുവേഷനിൽ ഡിമാൻഡ് കർവ് അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും നടക്കുക. സോ അതിനെ നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നും
പറയും. ഈ ഒരു സിറ്റുവേഷൻ ഗ്രാഫിക്കലി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാണുന്ന ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഡിമാൻഡ് കർവാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ 3 പ്രൈസും കൊടുത്തിട്ടുണ്ട്, 3 ക്വാണ്ടിറ്റി ഡിമാൻഡും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും വൈ ആക്സിസിൽ പ്രൈസുമാണ് കാണിച്ചിരിക്കുന്നത്. ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 Q2 ആയിട്ടും പ്രൈസ് P1 P2 ആയിട്ടും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒറിജിനലി ഉണ്ടായിരുന്ന പ്രൈസ് Pയും ഒറിജിനലി ഉണ്ടായിരുന്ന ഡിമാൻഡ് Q ആണ്. ഓക്കെ, P അതിന് നേരെ വരുന്ന Q. ദെൻ എന്ത് സംഭവിച്ചു? Pയിൽ നിന്ന് P2വിലേക്ക് പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Qവിൽ നിന്ന് Q2വിലേക്ക് കൂടി. ഓക്കെ, Pയിൽ നിന്ന് P2വിലേക്ക് പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q ആയിരുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ് Q2വിലേക്ക് ഇപ്പോൾ റൈറ്റിലേക്ക് പോവുക ചെയ്തത്, അന്നേരം കൂടി, Q2വിലേക്ക് കൂടി. സോ അങ്ങനെ വരുമ്പം ആ ഡിമാൻഡ് കർവ് കുറച്ചും കൂടെ താഴേക്ക് വരയ്ക്കേണ്ടി വരും നമ്മൾ. ഓക്കെ, ആ ആരോ മാർക്ക് കണ്ടോ? അതാണ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് കർവ് അവിടെ നടന്നു. സോ അതിനെ നമ്മൾ എക്സ്റ്റൻഷൻ ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയും. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയല്ല ചെയ്തത്, Qയിൽ നിന്ന് Q2വിലേക്ക് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഡിമാൻഡ് കർവ് താഴേക്ക് വരും. സോ അതിനെ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, പ്രൈസ് Pയിൽ നിന്ന് P1ലേക്ക് കൂടി. P ഉണ്ടായിരുന്ന പ്രൈസ് P1ലേക്ക് കൂടി, മുകളിലേക്കാണ് പോയത്. അന്നേരം ക്വാണ്ടിറ്റിയിൽ എന്ത് സംഭവിച്ചു? ക്വാണ്ടിറ്റി Qയിൽ നിന്ന് Q1ലേക്ക് മാറി, ലെഫ്റ്റിലേക്ക് മാറി, കുറഞ്ഞു. Qയിൽ നിന്ന് Q1ലേക്ക് കുറഞ്ഞു. അപ്പോൾ നമുക്ക് വരുന്ന പോയിൻ്റ് ഓൾറെഡി ഉണ്ടായിരുന്ന ഡിമാൻഡ് കർവ് മുകളിലേക്ക് വരേണ്ടി വരും. ഓക്കെ, ആ ആരോ മാർക്ക് കാണാം. മുകളിലേക്ക് ഡിമാൻഡ് കർവ് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ മൂവ് ചെയ്യും. സോ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കുറഞ്ഞു, Qയിൽ നിന്ന് Q1ലേക്ക് ഡിമാൻഡ് കുറഞ്ഞു. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് നടക്കുമ്പോൾ ഡിമാൻഡ് കർവ് അപ്വേർഡ് മൂവ്മെൻറ്റ് നടക്കും. സോ ഇങ്ങനെ ഒരു ഡിമാൻഡ് കർവിൽ, ഒരേ ഡിമാൻഡ് കർവിൽ തന്നെ ആ ഡിമാൻഡ് കർവ് തന്നെ താഴേക്കോ മുകളിലേക്കോ വരുന്നതിനെയാണ് നമ്മൾ മൂവ്മെൻറ്റ് എലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് കീപ്പിംഗ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്. പ്രൈസിൻ്റെ ചേഞ്ച് കൊണ്ട് മാത്രം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരുമ്പോഴാണ് ഈ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷനോ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡാണ്. ചേഞ്ച് ഇൻ ഡിമാൻഡിനെ ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് ഓർ ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയും. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയും. ഓക്കെ, അപ്പം എപ്പോഴാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ് നടക്കുക അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് നടക്കാൻ നോക്കാം. വെൻ ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ചേഞ്ചസ് ഡ്യൂ ടു എ ചേഞ്ച് ഇൻ അതർ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ഇറ്റ് ഈസ് കോൾഡ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. എന്താണ്? പ്രൈസ് ഒഴികെ മറ്റ് ഫാക്ടേഴ്സിൽ വരുന്ന, മറ്റ് ഏതെങ്കിലുമൊക്കെ ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് ഡിമാൻഡിൽ വ്യത്യാസം വരുമ്പോൾ അതിനെയാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ പ്രൈസിന് ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരുന്നതായിരുന്നു. എന്നാൽ ഇവിടെ പ്രൈസിൽ ചേഞ്ചസ് വരുന്നില്ല, പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതർ ദാൻ പ്രൈസ് ബാക്കി എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് ഡിമാൻഡിൽ ചേഞ്ച് വരുമ്പോഴാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അതിനെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്നും കൂടെ പറയും. ഓക്കെ, ഈ ഷിഫ്റ്റ് രണ്ട് രീതിയിലുണ്ടാവും. ഏത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. ഒന്നെങ്കിൽ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മൾ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവിൽ സെയിം ഡിമാൻഡ് കർവിൽ തന്നെ താഴേക്കും മുകളിലേക്കും പോകുമായിരുന്നു ചെയ്തത്. പക്ഷേ ഈ കേസിൽ നമ്മൾ പുതിയ രണ്ട് ഡിമാൻഡ് കർവുകൾ വരയ്ക്കുക അല്ലെങ്കിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് ഒന്നെങ്കിൽ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിൽ. ഓക്കെ, അപ്പോൾ എ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവ് ഈസ് കോൾഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്നും, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവ് ഈസ് കോൾഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ
ഡിഗ്രീസ് ഇൻ ഡിമാൻഡ് എന്നും പറയുന്നു. ചേഞ്ച് ഇൻ ഡിമാൻഡ് നമുക്ക് ഒരു ചാർട്ടായിട്ട് നോക്കാം. ഫസ്റ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് വിച്ച് ഒക്കേഴ്സ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് സംഭവിക്കുക? ചേഞ്ച് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. പ്രൈസ് ഒഴികെ മറ്റ് ഫാക്ടേഴ്സിൻ്റെ ചേഞ്ചസ് കൊണ്ട് ഡിമാൻഡിൽ ചേഞ്ചസ് വരുന്നു. ആൻഡ് വിച്ച് ഈസ് ലീഡ്സ് ടു ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് കർവ്. ഈ ചേഞ്ച് ഇൻ ഡിമാൻഡ് സംഭവിക്കുന്നതുകൊണ്ട് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ആവും. ഷിഫ്റ്റ് ആവുന്നത് രണ്ട് രീതിയിൽ ഷിഫ്റ്റ് ആവാം. എയ്തർ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓർ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. ഒന്നെങ്കിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവാം. ഇനി റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നതിനെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയും. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നതിനെ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നും പറയും. ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡിൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടോ, അതിൽ നമുക്ക് അഡീഷണലായിട്ട് രണ്ട് ഡിമാൻഡ് കർവ് അഡീഷണലായിട്ട് വരും. ആദ്യം ഉണ്ടായിരുന്ന ഡിമാൻഡ് കർവിൽ തന്നെയല്ല മാറ്റം വരിക, പുതിയ ഡിമാൻഡ് കർവ് ഉണ്ടാവുകയാണ് ചെയ്യുക ഇവിടെ. ഓക്കെ, അവിടെ നമുക്ക് നോക്കാം. പ്രൈസ് കണ്ടോ, വൈ ആക്സിസ് പ്രൈസാണ്, എക്സ് ആക്സിസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. പ്രൈസ് പി, പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ, പ്രൈസിൽ വ്യത്യാസം വരുന്നതേ ഇല്ല, പ്രൈസ് സെയിം തന്നെയാണ്. പക്ഷേ ഡ്യൂ ടു സം അതർ ഫാക്ടേഴ്സ്, ചേഞ്ചസ് ഇൻ സം അതർ ഫാക്ടേഴ്സ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ആവുന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പിയും ക്യൂവും ചേർന്ന ഒരു ഡിമാൻഡ് കർവ് ഡി എന്ന് പറഞ്ഞ ഒരു ഡിമാൻഡ് കർവാണ് ഉണ്ടായിരുന്നത്. ദെൻ സെയിം പ്രൈസിൽ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂവിൽ നിന്ന് Q2 കൂടി. പ്രൈസിൽ ചേഞ്ച് വരാതെ ക്യൂവിൽ നിന്നും Q2 ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. ദെൻ നമുക്ക് പുതിയൊരു പോയിൻ്റ് ആയിരിക്കും കിട്ടുക. അവിടെ നമുക്ക് പുതിയൊരു ഡിമാൻഡ് കർവ് D2 എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡിമാൻഡ് കർവ് ഫോം ചെയ്യും. അതപ്പം റൈറ്റിലേക്ക് ഷിഫ്റ്റായി അല്ലേ, റൈറ്റിലേക്ക് ഷിഫ്റ്റായി. ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിയപ്പോഴാണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയത്. അതിനെ നമ്മൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയും. റൈറ്റ് വേർഡ് ഷിഫ്റ്റാണ്, അതിനെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയും. ഡിയിൽ നിന്ന് D2 മാറി റൈറ്റിലേക്ക്, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. പ്രൈസ് സെയിം തന്നെ, പ്രൈസ് പി തന്നെ ചേഞ്ച് ആവുന്നില്ല. പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂവിൽ നിന്ന് Q1 കുറഞ്ഞു, എന്തൊക്കെയോ ഫാക്ടേഴ്സ് കൊണ്ട്. ഓക്കെ, ക്യൂവിൽ നിന്ന് Q2 കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ഒരു പുതിയ പോയിൻ്റ് ഫോം ചെയ്തു. സോ ഡിമാൻഡ് കർവ് ഡിയിൽ നിന്ന് D1 ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. D1 എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ടാണ്, ക്യൂവിൽ നിന്ന് Q1 കുറഞ്ഞതുകൊണ്ടാണ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയത്. അതുകൊണ്ട് തന്നെ അതിനെ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയാം. അപ്പം റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വരുമ്പം ഇൻക്രീസ് ഇൻ ഡിമാൻഡും ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് വരുമ്പം ഡിക്രീസ് ഇൻ ഡിമാൻഡും വിത്തൗട്ട് ചേഞ്ചിങ് പ്രൈസ്. പ്രൈസിന് മാറ്റവേ വരുന്നുണ്ടാവില്ല, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാത്രമാണ് ചേഞ്ച് വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവിൻ്റെയും ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവിൻ്റെയും ഡിഫറൻസസ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ്, മൂവ്മെൻറ്റ് ഒക്കേഴ്സ് വെൻ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ചേഞ്ചസ്. മൂവ്മെൻറ്റ് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതർ ഫാക്ടേഴ്സ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഡിമാൻഡിൽ വ്യത്യാസം വരുമ്പോഴാണ് മൂവ്മെൻറ്റ് ഒക്കർ ചെയ്യുന്നത്. ദെൻ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ഒക്കേഴ്സ് വെൻ ദർ ആർ ചേഞ്ചസ് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. പ്രൈസിലല്ലാതെ മറ്റ് ഫാക്ടേഴ്സിൽ ചേഞ്ചസ് കൊണ്ട് ഡിമാൻഡിൽ ചേഞ്ച് വരുന്നതിനാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ മൂവ്മെൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഷിഫ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റിനെ പറയുന്ന മറ്റൊരു പേര് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്നാണ്. ദെൻ മൂവ്മെൻറ്റ് ഇൻക്ലൂഡ്സ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. മൂവ്മെൻറ്റിൽ വരുന്നത് ഡിമാൻഡിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ആണ്. ദെൻ ഷിഫ്റ്റിൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡാണ് ഷിഫ്റ്റിൻ്റെ കേസിൽ വരിക. നെക്സ്റ്റ് വൺ, മൂവ്മെൻറ്റ് മേ ബി അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. മൂവ്മെൻറ്റ് രണ്ട് രീതിയിലുണ്ടാവുക, അപ്വേർഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. ബട്ട് ഷിഫ്റ്റിൻ്റെ കേസിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റാണ് ഉണ്ടാവുക. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓർ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. ദെൻ മൂവ്മെൻറ്റ് ഈസ് ഓൾവേസ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവ്. മൂവ്മെൻറ്റ് നമ്മൾ ഗ്രാഫിക്കലി കാണിക്കുമ്പോൾ വേറൊരു ഡിമാൻഡ് കർവ് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ സെയിം ഡിമാൻഡ് കർവിൽ തന്നെയാണ് മൂവ്മെൻറ്റ് മുകളിലേക്കും താഴേക്കും ചേഞ്ചസ് വരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഷിഫ്റ്റ് ന്യൂ ഡിമാൻഡ് കർവ് ഈസ് ഡ്രോൺ. ഷിഫ്റ്റിൻ്റെ കേസിൽ നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ചേഞ്ചസ് വരുമ്പോൾ പുതിയ ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്.
സോ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസസ്. ഈ ഡിഫറൻസസും ഒന്ന് പഠിച്ചു വെക്കുക. ഈ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടോപ്പിക്സ് നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.